സർ, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് നമ്മുടെ സൈനിക മേധാവി പറയുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ 2.0 വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ അന്ന് കാണാനില്ലല്ലോ, അങ്ങനെ ഒരു ആക്രമണം നടക്കുന്നതോ ഒന്നും കാണുന്നില്ലല്ലോ. ശരിക്കും എങ്ങനെയാണ് തുടരുന്നത്? ഇതിന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് ഇതിനകത്ത്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നു എന്ന് പറയുമ്പം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷനാണ്. അതായത് നമ്മൾ പല തലത്തിലുള്ള ആളുകൾക്ക് നമ്മളെ മെസ്സേജിങ് കൊടുക്കുകയാണ്. എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ്? ഒന്ന്, നമ്മളെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്തിനാണ് നമ്മൾ ചെയ്തത് അവരെ, അതായത് പാകിസ്ഥാനിന് വേണ്ടിയും പാകിസ്ഥാൻ്റെ ആർമിക്കും പാകിസ്ഥാൻ്റെ ISI ഏജൻസിനും നമ്മളെ അഗെയിൻസ്റ്റായിട്ട് നിരന്തരമായിട്ട് ഇതേപോലുള്ള പെഹൽഗാം പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു വാർണിംഗ് ആണ്. അതായത് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ തോക്കുകളൊന്നും താഴെ വെച്ചിട്ടില്ല. നിങ്ങൾ ഇനി എന്തെങ്കിലും നിങ്ങളങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ തോക്ക് അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് വെടിവെക്കാൻ സാധിക്കും, എപ്പോൾ വേണമെങ്കിലും. ഒരു ട്രിഗർ പ്രസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ എന്ന് പറയും. അതുകൊണ്ടാണ് അവർക്കൊരു കോഷൻ, അവർക്ക് വേണ്ടിയുള്ള ഒരു താക്കീത് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ അവർക്ക്. അതായത് അവർ ക്ലിയർ ആയിട്ട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ തോക്ക് താഴെ വെച്ചിട്ടില്ല, നിങ്ങൾ ഇനി എന്തെങ്കിലും. കാരണം നമുക്കറിയാം പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർ നിരന്തരമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പണ്ടത്തെ പോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന ഓപ്പറേഷൻ ഫോഴ്സസ് വന്ന് എന്നിട്ട് പിന്നെ ലോഞ്ച് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ ഫോഴ്സസ് റെഡിയാണ്. അത് പാകിസ്ഥാനും അറിയാം. നമ്മളെ ഇൻറ്റൻഷൻ, നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശം, ആ ഉദ്ദേശവും നമ്മൾ വ്യക്തമാക്കുകയാണ്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓപ്പറേഷൻ 2.0 ഓപ്പറേഷൻ സിന്ദൂർ 2.0 ചെയ്യും. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും നിങ്ങൾക്ക് ഞാൻ വാർണിംഗ് തരാണ്, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യും. അതൊന്ന്. രണ്ടാമതായിട്ട് നമ്മളെ സ്വന്തം നാട്ടിൽ അതായത് നമ്മുടെ ആളുകളുടെ ജനങ്ങൾക്കിടയിലും ഒരു കോഷൻ. അതായത് നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ട് ഇതേപോലത്തെ ടെററിസ്റ്റ് അറ്റാക്സ് നടക്കാറുണ്ട്. നാളെ അങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഇതിനെ നേരിടാനുള്ള ഒരു പദ്ധതി ഉണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ പോലെ തന്നെ ഗവൺമെൻറ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം അത് ഓൾറെഡി കൊടുക്കുകയാണ്. അപ്പം ആളുകളെ സംബന്ധിച്ചോളം ആളുകളുടെ മനസ്സിൽ ഡൗട്ടില്ല. ഒരെണ്ണം നടന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും എന്നുള്ളത് ഇന്നത്തെ ഗവൺമെൻറ്റിലും ഇന്നത്തെ സൈന്യത്തിനും അറിയാം, അവരത് ചെയ്തിരിക്കും എന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരു ഇൻ്റർനാഷണൽ ഒരു നേഷൻസിനും എഗൻസ്റ്റ് അവർക്കും ഒരു മെസ്സേജാണ്. ഇന്ത്യ ഒരു റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു കൺട്രിയാണ്. ടെററിസ്റ്റിന് വേണ്ടി, ഭീകരവാദത്തിന് ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല എന്നുള്ളത് ഭാരതം എല്ലാവരുടെ പറയുന്നതുകൊണ്ടാണ് പല തലത്തിലുള്ള ആളുകൾ, രാജ്നാഥ് സിംഗ് ആയാലും ശരി, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയാലും ശരി, നമ്മുടെ ചീഫ് ആയാലും ശരി, പല സ്ഥലത്ത് പല വേദിയിൽ പല അവസരങ്ങളിൽ ഇതേപോലെ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണുന്നത് അതിനൊരു ഡിറ്ററൻസ് ആണ്, ഒരു തടയലാണത്. ഇനി നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ വി ആർ റെഡി, ഞങ്ങൾ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യും. അതാണ് അതിൻ്റെ ആക്ച്വൽ ലോജിക്. അതൊരു ആസ്പെക്ട്. സെക്കൻഡ് ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈന്യം റെഡിയാണ്. അപ്പം ഇതേ ചോദ്യം നമ്മളൊന്നും കാണുന്നില്ലല്ലോ എന്ന്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളൊന്നും കണ്ടില്ല അല്ലേ? ചെറിയൊരു ആകാശത്ത് എവിടെന്നൊക്കെയോ കണ്ട്. അതൊരു വിമർശനമായിരുന്നു. ആളുകൾ പറയുന്ന കേട്ട് ഇവിടെ ഒന്നും മൂവ്മെൻ്റ് ഒന്നും നടന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ചെയ്തത്? അതാണ് ഇന്നത്തെ ആർമിയുടെ ബ്രില്യൻസ്. അതായത് ഒരു മൂവ്മെൻറ്റ് നടക്കാതെ, ട്രൂപ്പ് മൂവ്മെൻറ്റ് നടക്കാതെ അവർക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ബ്രില്യൻസ്. അത് ഇനിയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തു. അതായത് എവിടെ നിന്നുള്ള ഫോഴ്സ് എവിടെയൊക്കെ പോയി അടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആർമിയും എയർഫോഴ്സും നേവിയും മാറിയിട്ടുണ്ട്. നേവി കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചില്ല, അവർക്ക് പ്രവർത്തിക്കാനുള്ള ചാൻസ് കിട്ടില്ല എന്ന് പറഞ്ഞ് അവർ വളരെ വിഷമത്തിലായിരുന്നു. പക്ഷേ അത് പ്രൈം മിനിസ്റ്റർ മോദി തന്നെ പറഞ്ഞു അടുത്ത പ്രാവശ്യം അങ്ങനെ ആയിരിക്കത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ രീതിയിലുള്ളത്, അതായത് ഒന്ന് മെസ്സേജിങ് ആണ്, രണ്ടാമത് ഓപ്പറേഷണൽ റെഡിനെസ് എന്ന് പറയും, നമ്മൾ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മെസ്സേജാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭാരതത്തിനൊരു റെഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ടെറർ അറ്റാക്ക് ഇനി നമ്മൾ സഹിക്കത്തില്ല. ടെറർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചടിക്കും. അത് ഓപ്പറേഷൻ സിന്ദൂറിൽ കാണിച്ചു. ഇനി വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ചെയ്യാമെന്നുള്ള, അതാണ് അതിൻ്റെ ഒരു ലോജിക്. ഡൽഹി സ്ഫോടനം നടന്നപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ 2.0 നടക്കുമെന്ന് വലിയ രീതിയിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും അത് നടക്കാതെ പോയത്? ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ പുറത്തറിയണമെന്നില്ല അല്ലേ? അപ്പം നമ്മൾ കാണുന്നത് നമുക്ക് വിഷ്വലായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കാണുമ്പോഴേ നമുക്ക് മനസ്സിനകത്തൊരു ഇത് തോന്നത്തുള്ളൂ. നോക്കൂ, ബോംബ് വീണു, അല്ലെങ്കിൽ ഇപ്പോൾ വെനസ്വേല പ്രസിഡന്റ് പിടിച്ചുകൊണ്ട് പോയി. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഇമ്പാക്റ്റ്, അതൊരു വിഷ്വൽ ഇമ്പാക്റ്റാണ്. അത് ഡെഫിനറ്റ്ലി അത് വേണം. അത് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ കിട്ടുകയും ചെയ്തു. പക്ഷേ എല്ലാ അറ്റാക്കിനും അതുപോലെ തന്നെ മറുപടി പറയണമെന്ന് ഇല്ല. ഇപ്പം നമ്മൾ ഫസ്റ്റ് സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത രീതി അല്ലായിരുന്നു നമ്മൾ ബാലക്കോട്ടിൽ ചെയ്തത്. ബാലക്കോട്ടിൽ ചെയ്ത കണക്കല്ല നമ്മൾ പഹൽഗാം കഴിഞ്ഞ് ചെയ്തത്. ഡൽഹി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പം നമ്മൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോഴ്സസ് മൂവ് ചെയ്യാതെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെങ്കിൽ നമുക്ക് ധാരാളം കാര്യം പാകിസ്ഥാൻ്റെ ഉള്ളിലും ചെയ്യാൻ പറ്റും. അതിനകത്തൊന്നും അതൊരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, അത് ചെയ്യുന്നുമുണ്ട്. അപ്പം ആ രീതിയിലുള്ളത് അവർക്കും അറിയാം.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ ക്യാപ്പബിലിറ്റി അത്രമാത്രം ക്യാപ്പബിലിറ്റി നമുക്കുണ്ട്, അത്രമാത്രം അസറ്റ്സ് നമുക്ക് അകത്തുണ്ട്. അവർക്കും അറിയാം, അത് നമുക്കും അറിയാം. അതുകൊണ്ടാണ് ഒരു പരിധി വരെ നമ്മൾ ഇത്രയും ഒരു എന്താ പറയുക, ഒരു ത്രഷോളിന് താഴെ ഈ ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാലത്ത് ഇവിടെ എല്ലാ ദിവസവും ബോംബ് ബ്ലാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് നടക്കുന്നില്ല? കാരണം പാകിസ്ഥാനിനുള്ളിൽ ഇത് പ്ലാൻ ചെയ്യുന്ന ആൾക്കും അറിയാം, ഒരു പരിധി വിട്ടുപോയാൽ അദ്ദേഹത്തിന് ഇരിക്കുന്നതിൻ്റെ ചെയറിൻ്റെ താഴെ തന്നെ ചിലപ്പോൾ ബോംബ് കാണുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം നമ്മൾ പുറത്ത് വിഷ്വലായിട്ട് കാണണമെന്നില്ല. പല കാര്യങ്ങളും നമ്മൾ ആരും അറിയാതെ അവർ പോലും വിചാരിക്കുന്നതിൻ്റെ ഭയാനകമായിട്ടുള്ള ഒരു കോൺസിക്വൻസസ് അവർക്കവിടെ നേരിടുന്നുണ്ട് എന്നാണ്. അത് ചിലപ്പം തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനിലൂടെ ആവാം, ചിലപ്പം ബലൂചിസ്ഥാനിലൂടെ ആവാം, ചിലപ്പം പഷ്തൂൺസിലൂടെ ആവാം, ചിലപ്പോൾ അവർ സ്വന്തമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാങ് റൈവലാവാം, ചിലപ്പോൾ നമ്മൾ എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള രീതിയിലാവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. പല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു സൈനിക ഇടപെടൽ ഉണ്ടായാൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സൈനിക നടപടിയായിരുന്നു, അതല്ലാതെ ഒരു സൈനിക നടപടി ഉണ്ടായാൽ, അത് രണ്ട് സൈന്യങ്ങൾ നേർക്കുനേർ നിന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ലേ? കാരണം രണ്ടുപേരും ഒരു കൺവെൻഷണൽ വാർഫെയർ, ഒരു സാമ്പ്രദായിക യുദ്ധ സമ്പ്രദായത്തിലുള്ളവരല്ല. ഇരു സൈന്യങ്ങളും രണ്ടുപേരും ന്യൂക്ലിയർ പവറാണ്. ആണവശക്തികളാവുമ്പോൾ ആണവശക്തികൾ ഉണ്ടാക്കിയാൽ അത് ഒട്ടും ശുഭകരമാവില്ലല്ലോ അതിൻ്റെ അവസാനം. ഇത് പ്രിയൻ, പാകിസ്ഥാൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നറേറ്റീവാണ്. ഞങ്ങളെ കയ്യിൽ ബോംബുണ്ട്, ഹമാരെ പാസ് ബോംബ് ഹെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പണ്ട് തൊട്ടേ പറയുന്നത്. അതായത് അവർ 98 അവരും ഈ ന്യൂക്ലിയർ ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് അവരുടെ ഒരു മനസ്സിൽ ഉണ്ടായിരുന്ന ഈ കൺവെൻഷനലായിട്ട്, അതായത് രണ്ട് സൈന്യം തമ്മിൽ കമ്പാരേറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് പിടിച്ചിരിക്കാൻ സാധിക്കില്ല. സൈസ് വെച്ചാലും ശരി, ക്വാണ്ടം നമ്പർ ഓഫ് ഫോഴ്സ് വെച്ചാലും ശരി, നമ്മൾ ഓരോ യുദ്ധത്തിലും നമ്മൾ അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ അവർ ഈ 1000 കട്ട്സ് എന്നുള്ള രീതിയിൽ നമ്മൾ കശ്മീരിലും മറ്റു കാര്യങ്ങളിൽ അവർ ഇങ്ങനെ തീവ്രവാദത്തിനും ഒക്കെ അവർ തുടങ്ങിയത്. പക്ഷേ അത് കഴിഞ്ഞിട്ടും അവർക്ക് മനസ്സിലായി പിടിച്ചിരിക്കാൻ പറ്റില്ല. അതാണ് അവർ ഈ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ അവർ ചെയ്തേയും ഇനി അവർ വിചാരിച്ച് നമ്മളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പാരിറ്റി വന്നു. അത് കുറേ വർഷത്തേക്ക് എനിക്ക് തോന്നുന്നു ആ രീതിയിലുള്ള ഒരു നറേറ്റീവ് ഇന്ത്യയിലും ചിലവായി. ഇന്ത്യയിലെ ആളുകളും ഇന്ത്യയിലെ ഡിസിഷൻ മേക്കേഴ്സും അത് വിശ്വസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സർജിക്കൽ സ്ട്രൈക്സ് കഴിഞ്ഞ് ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക്, ആ ന്യൂക്ലിയർ ബ്ലഫ് എന്ന് പറയും നമ്മൾ, അതായത് ന്യൂക്ലിയർ എന്താ പറഞ്ഞ ഒരു കള്ളത്തരം, അതായത് ഞങ്ങൾ ബോംബ് പൊട്ടിക്കും എന്ന് പറയുന്നുള്ള ഒരു കള്ളത്തരത്തിനെ പൊളിച്ചടക്കിയത് ബാലാക്കോട്ട് എയർ സ്ട്രൈക്കാണ്. ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് നമ്മൾ പാകിസ്ഥാന് ഉള്ളിലാണ് പോയി ആക്ച്വലി സ്ട്രൈക്ക് ചെയ്തത്. പക്ഷേ അവർ ന്യൂക്ലിയർ ബോംബൊന്നും ഉപയോഗിച്ചില്ല. അവരുടെ ന്യൂക്ലിയർ പോളിസി അനുസരിച്ച് ഇന്ത്യൻ എയർഫോഴ്സ് എയർ സ്പേസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യൻ ആർമി ബോർഡർ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് മിസൈലായാലും ശരി ലാൻഡ് ആയാലും, അവർ ന്യൂക്ലിയർ ബോംബ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്തില്ല. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ ഡസൻ കണക്കിന് അസറ്റ്സിനെ നമ്മൾ തകർത്തു. അവിടുത്തെ ഭീകരവാദി ലഷ്കർ എ തോയ്ബ, ജയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ബോംബിട്ടു, റൺവേസിൽ ബോംബിട്ടു, എല്ലാം ചെയ്തു. അവസാനം പ്രൈം മിനിസ്റ്റർ പറഞ്ഞു എൻ്റെ അടുത്ത് ബങ്കറിൽ പോയിരിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. കാരണം അവർക്കറിയാം അവർ ചെയ്യുകയാണെങ്കിൽ പിന്നെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമേ ഇല്ല. അതവർക്കറിയാം. അപ്പോൾ ആ രീതിയിൽ ഈ ന്യൂക്ലിയർ ത്രഷോൾഡ് നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇപ്പം ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ഇനി ഒരിക്കലും ചിലവാകില്ല. അതുകൊണ്ട് ഫീൽഡ് മാർഷൽ മുനീർ എന്ത് പറഞ്ഞാലും ശരി, അത് വെറും ഫെയിൽഡ് മാർഷൽ. ഞാനൊരു സൈനികനായിട്ട് എനിക്ക് അങ്ങനെ ഒരു പറയാനുള്ളത്. പക്ഷേ വാട്ട് എവർ ദാറ്റ് ഇസ് അത് പുള്ളിയുടെ പല ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ ഒരു ജനറലോ അല്ലെങ്കിൽ ഒരു ആർമി ഓഫീസർ പോലും ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഗ്ലോറിഫൈഡ് ഒരു മതപുരോഹിതൻ എന്നുള്ള രീതിയിലുള്ള മാത്രം യൂണിഫോം ഇട്ട ഒരു മതഭീകരവാദി എന്നാണെങ്കിൽ പോലും നമുക്ക് പറയാൻ സാധിക്കും. ആ രീതിയിലുള്ള ആളാണ് അസീം മുനീർ. അപ്പോൾ ജനറൽ അസീം മുനീർ ഇനിയും പറഞ്ഞുകൊണ്ട് നടക്കാം. അതൊന്നും പക്ഷേ നമ്മളെ ഡിസിഷൻ മേക്കിംഗ് വളരെ ക്ലിയർ ആണ്. നിങ്ങൾ ഇനി ഒരു പഹൽഗാം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും സ്ട്രൈക്ക് ചെയ്യും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ ശക്തി അല്ല, ആണവശക്തി അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. ന്യൂക്ലിയർ ശക്തി ആണോ അതും ആക്ച്വലി പറഞ്ഞാൽ ദേ ഹാവ് നോട്ട് പബ്ലിക്ലി അവർ എവിടെയും ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് ന്യൂക്ലിയർ വെപ്പൺ ഇട്ടിട്ട് ന്യൂക്ലിയർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം ഇത് പക്ഷേ ഒരു ജനറൽ ബിലീഫ്, അനലിസ്റ്റ് എല്ലാം ബിലീഫ് ചെയ്യുന്ന അവർക്ക് ഏകദേശം ഒരു 150ഓളം വെപ്പൺസ് ഉണ്ട് എന്നുള്ള രീതിയാണ്. അപ്പം വി കാൻ സേ നമ്മൾ അവരുടെ ന്യൂക്ലിയർ വെപ്പൺ അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഡെഫിനറ്റ്ലി അവരുടെ ന്യൂക്ലിയർ വെപ്പൺ ആണ്. പക്ഷേ അതൊരു റോഗ് സ്റ്റേറ്റ് കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് ആയാലും ഡിസിഷൻ ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിട്ടാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ എല്ലാ ഓപ്ഷൻസും നമ്മളെ അവൈലബിൾ ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനുള്ളിലേക്ക് എത്തും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് അമർത്തുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഒപ്പം തന്നെ ഇന്ത്യ ലൈവിൻ്റെ പുതിയ ആധ്യാത്മിക ചാനലായിട്ടുള്ള പുണ്യം എന്ന ചാനലും, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൊളാബ് ചെയ്യുന്ന വീഡിയോകൾ ഇന്ത്യ ലൈവിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പുണ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആധ്യാത്മിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മറുപടിയായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.